ഇത്തരം സാധനങ്ങൾ നമ്മുടെ പല്ലിനെ ഡാമേജ് ചെയ്യിക്കാനായിട്ട് സാധ്യതയുണ്ടോ? പല്ല് ഡാമേജും പ്രധാനമായിട്ട് പല്ല് സ്റ്റെയിൻ ഉണ്ടാക്കും, പല്ലിൽ കറ പിടിപ്പിക്കുന്നു, അതുപോലെ തന്നെ പല്ലിൻ്റെ ഇനാമലിനെ ദ്രവിപ്പിക്കുന്നതിനിടയാക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ അത് പല്ലിനെ ദോഷം ചെയ്യുന്നതാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ വളരെയധികം ആൾക്കാരിൽ ഈ പല്ലിനകത്ത് കളർ ചേഞ്ച് കാണാറുണ്ട്. ഇപ്പോൾ സിഗരറ്റ് വലിക്കാത്ത ആൾക്കാരാണെങ്കിൽ കൂടിയും ഇപ്പോൾ സാധാരണഗതിയിൽ 1-2 കോഫി ഒരു ദിവസം കഴിക്കുന്ന ആൾക്കാരിൽ പോലും വളരെയധികം സ്റ്റെയിൻ, അതായത് ഒരു 6 മാസത്തിൽ ക്ലീൻ ചെയ്താൽ പോലും അടുത്ത 6 മാസം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റെയിൻ പിടിക്കുന്ന തരത്തിലുള്ള പ്രകൃതമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്? സ്റ്റെയിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ നേരത്തെ പറഞ്ഞ ടൊബാക്കോ, പുകയിലക്കറയാണ് പല്ലിൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാന സ്റ്റെയിൻ. അതല്ലാതെ തന്നെ ഈ തേയില ഉപയോഗിക്കുന്നവർ, നമ്മൾ ചായ, പ്രത്യേകിച്ചും കട്ടൻ ചായ, പാല് ചേർക്കാതെ കട്ടൻ ചായ കുടിക്കുന്നത്, അത് സ്റ്റെയിന് ഒരു പ്രധാന കാരണമാണ്. ഇനി ഒരു തരത്തിലുള്ള ഇതും ഉപയോഗിച്ചില്ലെങ്കിലും പല്ലിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ചും കീഴ്ത്താടിയിലെ പല്ലുകളുടെ ഉള്ളിലായിട്ട് ഈ കറ പിടിക്കാറുണ്ട്. അത് നമ്മുടെ ഉമിനീരിൽ നിന്ന് വരുന്ന കറയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും പല്ലിൽ ഈ കറ പിടിക്കാറുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ 6 മാസത്തിൽ ഒരിക്കലുള്ള പല്ലിൻ്റെ സ്കെയിലിംഗ് അഥവാ പല്ല് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഈ കറ നമുക്ക് മാറ്റി കളയാൻ കഴിയും. തീർച്ചയായിട്ടും. അപ്പോൾ പുള്ളിന് നമ്മൾ ഫലപ്രദമായിട്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക? ഒരു പ്രത്യേക തരം ഒരു പല്ലിനോ അല്ലെങ്കിൽ 2 പല്ലിനോ ഉള്ളിനകത്തുള്ള 1-2 പല്ലിനാണ് ഈ പുളിപ്പ് അസഹനീയമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണ് തേയ്മാനം, 1-2 പല്ലിലാണ് തേയ്മാനം, മിക്കവാറും സൈഡിൽ പല്ലിൻ്റെ മോണയുമായിട്ട് ചേർന്ന ഭാഗത്തായിരിക്കും തേയ്മാനം വരുന്നത്, പല്ലിൻ്റെ പുറത്തായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഗ്ലാസ് അയണോമർ സിമെൻറ്റ് എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ട് നമുക്കത് അടയ്ക്കാൻ കഴിയും. പല്ലിൻ്റെ അതേ നിറവിലുള്ള വെള്ള നിറത്തിലുള്ള ഒരു മെറ്റീരിയലാണ്. അത് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തികേടായിട്ട് അഭംഗിയായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ അതിങ്ങനെ അടയ്ക്കുന്നതുകൊണ്ട് കൂടുതൽ അവിടെ തേയാതിരിക്കുകയും അവിടെ പുളിപ്പ് കുറയുകയും ചെയ്യും. പിന്നെ ഒരുപാട് പല്ലുകളിലാണ് ഇങ്ങനെ ഒരു തേയ്മാനം ഉള്ളതെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പേസ്റ്റുകളുണ്ട്. ആ പേസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ പുളിപ്പ് കുറയ്ക്കാൻ കഴിയും. പിന്നെ പല്ല് വളരെ അങ്ങ് ഉരഞ്ഞ് തേയ്മാനം വന്ന് പൾപ്പിലേക്ക് തന്നെ ഈ പൾപ്പ് വരെ അങ്ങ് ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പല്ല് നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് ക്യാപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർട്ട് ആശുപത്രി ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളേ ഉള്ളൂ. അപ്പോൾ അത് വളരെ പഴയ തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ ആശുപത്രികളിലൊന്നാണ്. 1818 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി അടിസ്ഥാനപ്പെട്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പല്ലെടുക്കുന്നതിന്, പല്ല് അടയ്ക്കുന്നതിന്, അതുപോലെ പല്ല് ക്ലീൻ ചെയ്യുന്നതിന് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൗകര്യം തന്നെ അവിടെ ഉണ്ട്. അതോടൊപ്പം മറ്റ് ചികിത്സാ വിഭാഗങ്ങൾ, ശിശു സംരക്ഷണമായാലും ഇങ്ങനെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിന് വളരെയധികം പ്രാധാന്യം ഗവൺമെൻറ് തലത്തിൽ കൊടുക്കുന്നുണ്ട്. പല പ്രൈവറ്റ് ആശുപത്രികളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലർക്കും അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ല, പബ്ലിക് അതിനെപ്പറ്റിയുള്ള അവയർനെസ് ആവശ്യത്തിന് ഇല്ല. ഈ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും. എപ്പോഴും ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഇപ്പോൾ പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കെയർ കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അത്തരമൊരു രീതിയാണോ യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ? അത് തികച്ചും തെറ്റാണ് എന്ന് തന്നെ എനിക്ക് പറയാം അഭിലാഷ്. കാരണം നമ്മൾ പലപ്പോഴും ഈ ഒരു ഗവൺമെൻറ് ആശുപത്രി പല്ലെടുക്കുന്ന 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 25 രൂപയ്ക്കോ പല്ലെടുക്കുമ്പോൾ വളരെ അന്യായമായ രീതിയിലുള്ള ചാർജാണ് എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, പല പ്രൈവറ്റ് ആശുപത്രികളും ചെയ്യുന്നത്. നമ്മൾ മലയാളികളും സത്യം പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കുന്നവരും ഏറ്റവും പുതിയ കാറുകൾ എടുക്കുന്നതും അതിലൊക്കെ മലയാളികൾക്ക് വളരെ താല്പര്യമുള്ളവർ. പക്ഷേ പലരുടെയും ബ്രഷ് വർഷങ്ങൾ ഉപയോഗിച്ച് ചകിരി പോലെ ആയ ബ്രഷാണ് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഷ് ഉപയോഗിക്കരുത്. സാധാരണഗതിയിൽ ഒരു 6 മാസം വരെ ഒരാൾ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ആ ബ്രഷ് ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും ഒരു 3-4 മിനിറ്റ് ബ്രഷ് ചെയ്താൽ മതിയാവും. അതുപോലെ പേസ്റ്റ് ഉപയോഗിക്കുക, ഫ്ലൂറൈഡ് പേസ്റ്റ് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബ്രഷിൻ്റെ ബ്രിസിൽസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മൾ ഓരോരുത്തരെയും വായിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ബ്രിസിൽസ് ആയിരിക്കണം വായുടെ എല്ലാ ഭാഗത്തും എത്തുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഏറ്റവും പുറകിലെ പല്ല് വരെ ആ ബ്രിസിൽസ് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ 1-2 ബ്രഷ് നമ്മൾ മാറി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള ബ്രഷാണ് നമുക്ക് അനുയോജ്യമായതെന്നുള്ള മനസ്സിലാവും. അങ്ങനെയുള്ള ബ്രഷ് ഇട്ട് വേണം നമ്മൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും. ഒരിക്കൽ ഈ സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറ്റാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണമായിട്ട് നമുക്ക് സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പല ആൾക്കാരും ഒരിക്കൽ സെൻസിറ്റീവ് വന്ന് അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിലേക്ക് അപ്പുറം കംപ്ലീറ്റ് ഈ സെൻസിറ്റിവിറ്റി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ നമുക്ക് 90% നമുക്കൊരു സെൻസിറ്റിവിറ്റി വിമുക്തമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പല്ലിൽ എവിടെയാണ് ഉരച്ചിൽ, അതായത് എവിടെയാണ് അബ്രഷൻ എന്നുള്ളത് മനസ്സിലാക്കി ആ ഭാഗം അടയ്ക്കുക. ബ്രഷ് കറക്റ്റായിട്ടുള്ള ബ്രഷും പേസ്റ്റ് ഉപയോഗിക്കുക. സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നതിന് അനുയോജ്യമായ പേസ്റ്റ് ഉപയോഗിക്കുക. പുകയില മാത്രമേ ദോഷമായിട്ടുള്ളൂ, മറ്റ് വസ്തുക്കളൊന്നും ദോഷമല്ല എന്നൊരു ധാരണയുണ്ട്. അത് തെറ്റാണ്. പുകയിലോടൊപ്പം തന്നെ ഈ പാൻ മസാലയുള്ള അടയ്ക്ക അല്ലെങ്കിൽ പാക്ക് അത് വായിൽ ഞാൻ നേരത്തെ പറഞ്ഞ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കും. അത് കാലക്രമേണ വായിൽ ക്യാൻസറായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഈ പല തൊഴിലാളികളും ഈ പാൻ മസാലകൾ ഉപയോഗിക്കുന്നതാണ്. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിശപ്പ് കുറയും, ഒരുപാട് നേരം നമുക്ക് ജോലി ചെയ്യാം, ഒരു ഉണർവ് കിട്ടും, ഇപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഉളച്ചിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ ഈ പാൻ മസാലയ്ക്ക് വളരെ അഡിക്ഷൻ അവരിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പുറത്തുള്ള തൊഴിലാളികളുടെ അവരുടെ ദന്താരോഗ്യം എത്രത്തോളമാണ് നമ്മുടെ സംസ്ഥാനത്തിലുള്ളവർക്ക്? അവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സൗകര്യങ്ങൾ ലഭ്യമാണ്?
ഗവൺമെൻറ് ആശുപത്രിയിൽ നമുക്ക് മലയാളികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്കും ലഭ്യമാണ്. പക്ഷേ പലർക്കും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ പ്രായോഗിക തലത്തിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. അതിന് അവർക്ക് പലർക്കും ഹിന്ദി മാത്രമേ അറിയാറുള്ളൂ, മറ്റൊരു ഭാഷയും അവർക്ക് സംസാരിക്കാറില്ല. അപ്പോൾ കൂടെ വരാൻ പലപ്പോഴും മറ്റേ ആൾക്കാർ മലയാളികളായിരുന്നു കാണാറില്ല, പലപ്പോഴും അവർ ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രായോഗിക തലത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ മറ്റെല്ലാ സൗകര്യങ്ങളും, അതായത് മലയാളികൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്കും ലഭ്യമാണ്.